ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് എന്തെല്ലാം ഉണ്ടാക്കിയതാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്ന് നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മത്തിയൊക്കെ നമുക്ക് നന്നാക്കി എടുക്കണം. അതുപോലെ ഞാനിന്ന് ഉച്ചയ്ക്ക് എന്തെല്ലാം വിഭവങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് കാണണ്ടേ. എല്ലാ വീട്ടിലെയും പോലെ തന്നെ മീൻ വാങ്ങിച്ച മീൻ കറി, മീൻ വറുത്തത്, കൂട്ടത്തിലൊരു തോരൻ, അത്ര തന്നെയുള്ളൂ കേട്ടോ ഇന്നിവിടെയും. അപ്പോൾ ഞാൻ എന്തായാലും മീൻ നന്നാക്കിയിട്ടുണ്ട്. മത്തിയാണ്, അത്ര ഫ്രഷ് മത്തിയൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഫ്രഷ് മത്തിയൊന്നും ഇവിടെ കിട്ടാറില്ല. പിന്നെ അത്രയും നോക്കിയെടുക്കണം. അപ്പോൾ എന്തായാലും മീൻ നന്നാക്കി മഞ്ഞളും ഉപ്പും ചേർത്ത് നല്ലപോലെ കഴുകുന്നുണ്ട്. മീനെല്ലാം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തൊടിയിലോട്ട് പോവുക. തൊടിയെന്ന് പറഞ്ഞാൽ പറമ്പിലോട്ട് പോവുക. നമ്മൾ ചുറ്റുവട്ടത്തിലുള്ള മസാല ഉണ്ടാക്കാൻ പാകത്തിനുള്ള എരിവുള്ള സാധനങ്ങൾ, അതുപോലെയുള്ള സ്പൈസസ് ഒക്കെ ഉണ്ടാവില്ല, കുരുമുളക്, അതുപോലെ ഇഞ്ചി, ഇതെല്ലാം കേട്ടോ നമ്മൾ പറിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കാന്താരിമുളക് ഞാൻ പറിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ട പച്ചക്കുരുമുളകാണ്. പച്ചക്കുരുമുളക് ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും രസം വയ്ക്കുക, മീനിൽ മസാലയ്ക്ക് എരിവിന് പകരം പച്ചക്കുരുമുളക് ചേർക്കുക. അതൊക്കെ നല്ല ടേസ്റ്റാണ്. അത് ഈ പച്ചക്കുരുമുളക് ഉണ്ടാകുന്ന സമയത്തല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഉണ്ടാക്കി ആ സമയത്ത് കഴിക്കാം. അതുപോലെ പച്ചക്കുരുമുളക് ഇട്ട് ചമ്മന്തി അരച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു തത്തിരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അവിടെ കാണിച്ചിട്ടോ. പിന്നെ അവിടെ പുളിയുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവടുന്ന് കുറച്ച് പുളിയോടെ നമുക്ക് പെറുക്കാം കേട്ടോ. മീൻ കറിയിൽ ഫ്രഷ് പുളി ചേർക്കാം. അപ്പോൾ അങ്ങനെ ഇവിടെ പുറത്ത് നമ്മൾ പറമ്പിൽ തന്നെ ചക്ക ഉണ്ട് കേട്ടോ. ചക്ക മൂത്തിട്ടില്ല, മൂക്കാറാവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇഞ്ചിയും കൂടെ പറിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കാന്താരിമുളകും കുരുമുളകും പിന്നെ നമ്മൾ ഇഞ്ചിയും പറിച്ചു. അവിടെ ഞാൻ പുളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. നല്ല പുളി, നല്ല മധുരമുള്ള, നല്ല പഴുത്ത പുളിയാണെങ്കിൽ നല്ല മധുരമാണ് കേട്ടോ പുളിക്ക്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. കാന്താരിമുളകും കഴുകിയെടുക്കുക കേട്ടോ. വേണമെങ്കിൽ കഴുകിയെടുത്താൽ മതി. ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പരമ്പരാഗത രീതിയിൽ അമ്മിയിലാണ് ഇത് അരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അതിന് മുൻപേ ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കുരുമുളകൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയല്ലോ, അതെല്ലാം കൂടെ നമുക്ക് അമ്മിയിലിട്ട് കൊടുക്കാം. കുരുമുളകും, എരിവിനാവശ്യമായ കുരുമുളക്, കാന്താരിമുളക്, അതുപോലെ ഒരു ചെറിയ കഷ്ണം നമ്മൾ ഇഞ്ചി, അതുപോലെ മഞ്ഞളും ഒരു ചെറിയ കഷ്ണം. എക്സ്ട്രാ മഞ്ഞൾ ഞാൻ പൊടി ചേർക്കുന്നില്ല കേട്ടോ. അതുപോലെ വെളുത്തുള്ളി, കറിവേപ്പില കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ പറച്ച മഞ്ഞളുള്ള കാരണമാണ് മഞ്ഞൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. എല്ലാം അരക്കില്ല, അപ്പോൾ അതോടെ അരയ്ക്കാമെന്ന് വിചാരിച്ച് ചേർത്ത് കൊടുത്താണ്. നിങ്ങളുടെ കയ്യിൽ അതില്ല, അതൊന്നും വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇതെല്ലാം മിക്സിയിലിട്ട് അരച്ചാലും മതി. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ട്രഡീഷണൽ ആയിട്ട് രീതിയിലാണ് അമ്മിയിൽ അരയ്ക്കാനൊക്കെ ഒരു മോഹം. അതുകൊണ്ട് ഇപ്പോൾ അമ്മിയിലൊക്കെ അരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്, അല്ലാതെ എപ്പോഴും അമ്മിയിലൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. നമ്മൾ മിക്സിയിൽ കറക്കിയെടുത്താൽ, മിക്സി തുടച്ച് വടിച്ചെടുത്താൽ ഈ സാധനം കിട്ടുള്ളൂ. ഇത് നല്ലപോലെ അരഞ്ഞും കിട്ടും. നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ അമ്മിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അങ്ങനെ അമ്മി നമുക്ക് കഴുകിയെടുക്കണം. കഴുകി അതിൻ്റെ വെള്ളം കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അമ്മി നല്ലപോലെ ക്ലീൻ ചെയ്ത് നമ്മൾ അടച്ചു വെക്കണം കേട്ടോ. എപ്പോഴും അമ്മി വീട്ടിൽ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അരയ്ക്കാനൂടെ പാടുള്ളൂ. അതിൻ്റെ അടിയിലും സൈഡിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെന്നും കൂടെ നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയോടെ വെക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനിതാ ആ ഒരു മസാല ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് മത്തി ഇതുപോലെ ഈ മസാല ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അടുപ്പിലാണ് ഞാൻ ദിവസം വറക്കാറ്. അപ്പോൾ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഗ്യാസിലാണ് കേട്ടോ വറക്കുന്നത്. അടുപ്പിൽ വറുത്താലാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ ആ സ്ഥിരം വറക്കുന്ന ചട്ടിയിൽ വറക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനിതിൽ മസാല നല്ലപോലെ തേച്ചിട്ടുണ്ട്. അധികം ഓവർ മസാലയൊന്നുമില്ല. മുളക് പൊടി ചേർത്താലേ ഒരു കളർ ഉണ്ടാവുള്ളൂ. നമ്മളിതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ എല്ലാം പച്ച. എരിവുണ്ടോ എന്ന് ചോദിച്ചാൽ എരിവുണ്ട്. ഒക്കെ നമ്മൾ കാന്താരിമുളകൊക്കെ ചേർത്ത കാരണം എരിവുണ്ട്, പക്ഷേ കാണാൻ വലിയ മസാല ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊരു പാത്രത്തിൽ വെച്ച് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്ക് എടുത്ത് വറക്കാം. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് കറിക്ക് വേണ്ട സാധനങ്ങളാണ്. ഞാൻ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്. കൂട്ടത്തിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് അമ്മിയിൽ തന്നെയാണ് കേട്ടോ ചതച്ചെടുത്തിരിക്കുന്ന. കറിവേപ്പിലയുണ്ട്. പിന്നെ നമുക്ക് പുളിയാണ് വേണ്ടത്. നമ്മളിവിടെ ഒരുപാട് ദിവസം മുന്നേ സ്റ്റോർ ചെയ്ത് കുടത്തിലൊക്കെ ആക്കി വെച്ച പുളി നല്ല കറുത്ത പുളിയായിരിക്കും. പുളിയിഞ്ചിയുടെ കളറുണ്ടല്ലേ, പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പുളിയാണ്. അപ്പോൾ അത് ചേർത്താൽ കറിക്ക് നല്ലൊരു കറുത്ത കളറാണ്, ഇരുണ്ട കളറാണ് കറി ഇരിക്കുക. അപ്പോൾ ഇപ്പം നമ്മളിവിടെ പുളി വീഴുന്ന കാരണം ഞാൻ അതിൻ്റെ ചോട്ട് പോയി പെറുക്കിയെടുത്താണ് കേട്ടോ ഈ പുളി. അപ്പോൾ ഈ പുളി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും നാവിൽ വെള്ളം വരുന്നുണ്ടായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുള്ള പുളിയാണ്.
അപ്പോൾ ഇത് ഞാനിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ തന്നെ ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണിതിങ്ങനെ ഓരോന്നെടുത്ത് വെള്ളത്തിലിടാൻ വേണ്ടി തൊലിച്ചെടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് പണ്ട് നമ്മളിങ്ങനെ പുളിയൊക്കെ കിട്ടുന്ന സമയത്ത് പുളിയിൽ നമ്മൾ തോടൊന്നും കളയാതെ അതിൽ തന്നെ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഒരു പേസ്റ്റ് പോലെയൊക്കെ നമ്മൾ കഴിക്കുമല്ലോ. അയ്യോ അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അന്നത്തെ ടേസ്റ്റ് ഇന്നൊന്നും നമ്മൾ ചെയ്യുമ്പോൾ കിട്ടാറില്ല. അന്നൊരു പ്രത്യേക ടേസ്റ്റ്. പണ്ട് നമ്മൾ സ്കൂളിലോട്ട് പോകുമ്പോൾ അതുപോലെ പഞ്ചസാര ഒരു ശേഖരം നമ്മൾ കവറിലൊക്കെ എടുത്ത് ഇതുപോലെ ചെയ്ത് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ്. സ്കൂളിലൊക്കെ കൊണ്ടുപോയി കഴിക്കുമ്പോൾ പറയും വേണ്ട, ഒരാൾ പുളിങ്ങ കൊഴുന്നു എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ളവരൊക്കെ അവരെടുത്തായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മളെ വീട്ടിൽ പുളി ഇല്ലാത്തതുകൊണ്ടല്ല, അങ്ങനെ കാണുമ്പോൾ ഒരു കൊതിയില്ലേ. അതേപോലെ തന്നെ ഈ പുളി കാണുമ്പോൾ എനിക്കും പഴയ കാലത്തോട്ടൊരു പോക്ക്. അപ്പോൾ ഞാനും ഒരു പുളി എടുത്തിട്ട് ഇതുപോലെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറിക്ക് ആവശ്യമുള്ള പുളി ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും. വലിയ നല്ല പഴുത്ത് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 2-3 പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിൽ പുളിയൊക്കെ വീഴുന്ന സമയമാണ്. അങ്ങനെയുള്ള ടൈമൊക്കെയാണ്. കാന്താരി മുളക്, കുരുമുളക് ഇതൊക്കെ ഉണ്ടാവുന്നൊരു ടൈമാണ്. ചക്ക, ഞങ്ങളിവിടെയൊക്കെ ചക്ക ഉണ്ടായി തുടങ്ങി കേട്ടോ. അതുപോലെ കൂർക്ക, നമ്മുടെ എന്താ പറയുക, കപ്പ, ഇതെല്ലാം കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഉപ്പേരി വെക്കാനും തോരൻ വെക്കാനും കറി വെക്കാനും നമ്മുടെ തൊടിയിലോട്ട് അങ്ങനെ ഇറങ്ങിയാൽ മതി. ഇഞ്ചിയൊക്കെ ഉള്ള നല്ലൊരു സമയമാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ളത് നമ്മളിതുപോലെയൊക്കെ യൂസ് ചെയ്യുക. ഇപ്പോൾ പുളിയൊക്കെ ഫ്രഷ് കിട്ടുമ്പോൾ നമ്മൾ ഫ്രഷ് ഇട്ടിട്ട് കറി വയ്ക്കുക. അല്ലാതെ നമ്മൾ കുറേ എടുത്ത് വെച്ചിട്ട് പിന്നീട് എടുക്കുമ്പോൾ വേറെ ടേസ്റ്റാണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവുമ്പോൾ അത് അപ്പളേക്കപ്പം ഉണ്ടാക്കുക. ഇപ്പം ഞാൻ കാന്താരി മുളക് ഇങ്ങനെ കിട്ടുന്നതൊക്കെ പൊട്ടിച്ച് വെച്ച് ഞാൻ ഫ്രിഡ്ജിലിങ്ങനെ ഒരു ബൗളിൽ ഒരു ഡപ്പയിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരുപാടാവുമ്പോൾ നമുക്കത് സുർക്കയിലിടാം. അപ്പോൾ കുറച്ചുകൂടി ഇരിക്കുന്നുണ്ട് സുർക്കയിലിട്ടിട്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇടാലോ എന്ന് ചോദിച്ചു. പിന്നെ ഏട്ടനൊക്കെ ആരെങ്കിലും ഇവിടുന്ന് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊടുത്ത് വിടാമല്ലോ. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കാന്താരി മുളക് സുർക്കയിലൊക്കെ ഇട്ടത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. എണ്ണ ഒഴിച്ച് ഞാൻ അതിലോട്ട് ഉലുവ ഇട്ടിട്ടുണ്ട്. ചില ആളുകൾ കടുകൊക്കെ ഇട്ട് മീൻകറി വെക്കും, പക്ഷേ ഇവിടെ അങ്ങനെ വെക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉലുവ നല്ല പൊട്ടി വന്നപ്പോൾ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ നല്ലപോലെ ചതച്ചതിട്ടിട്ടുണ്ട്. അതേപോലെ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും നേരത്തെ നമ്മൾ നല്ല അമ്മിയുടെ മുകളിൽ അരച്ചില്ലേ ആ മസാല കൂടെ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല പോലെ ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു കറി കഴിക്കുമ്പോൾ എനിക്ക് പണ്ടത്തിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വന്നു കേട്ടോ. പണ്ടെൻ്റെ അച്ഛനിങ്ങനെ നമ്മൾ മീൻ രാത്രി കൊണ്ടുവരുമ്പോൾ അമ്മ അപ്പോഴേ തന്നെ കറി ഉണ്ടാക്കും, അതുപോലെ വറക്കും ചെയ്യും. അപ്പോൾ ആ ഒരു കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. ഇതിലോട്ട് ഞാൻ പിന്നെ ചേർത്തത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലകളാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചല്ല, നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച നമ്മുടെ തക്കാളി, നല്ല പഴുത്ത് ചുവന്നിരിക്കുന്ന തക്കാളി, അത് നമ്മളിതിലോട്ട് റൗണ്ടായിട്ട് അരിഞ്ഞ് ചേർത്തു. എനിക്ക് എപ്പോഴും ഈ റൗണ്ടായിട്ട് അരിയാനാണ് കേട്ടോ ഇഷ്ടം. ഈ റൗണ്ടായിട്ട് അരിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ആ തൊലി നമ്മൾ കറിയിൽ കിടന്നിങ്ങനെ കളിക്കും. അത് നമ്മൾ കോരിയെടുക്കുമ്പോൾ അതിങ്ങനെ കോരുമ്പോൾ തന്നെ ആ ഒരു നമ്മൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് അതിൻ്റെ ആ ഒരു നീളത്തിൽ അതിൻ്റെ തൊലിയായിരിക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും അങ്ങനെ അരിയാനാണ് എനിക്കൊരിഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ അരിയുന്ന കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടച്ച് വെച്ച് ഇതുപോലെ നല്ല ഉടച്ചെടുക്കുകയാണ്. തക്കാളി എപ്പോഴും മീൻകറി വയ്ക്കുമ്പോൾ നല്ല ഉടയണം. ഞങ്ങളിവിടെ അങ്ങനെയാണ്. ചില ആൾക്കാർ ലാസ്റ്റൊക്കെയാണ് മീൻകറിയിൽ തക്കാളി ഇടുക പുളിക്ക് വേണ്ടിയിട്ട്. ഇവിടെ നല്ല ഉടഞ്ഞ് നല്ല കുറുന്നനിരിക്കണം കറി. എപ്പോഴൊന്നും കുറുന്നനുള്ള കറി ആയിരിക്കില്ല കേട്ടോ. ഇവിടെ അധികം ഇങ്ങനെ വെള്ളം പോലെയുള്ള കറിയായിരിക്കും. അപ്പോൾ ഇന്നിത്തിരി കട്ടിയിലാണ് കറി വയ്ക്കുന്നത്. അപ്പം നമ്മൾ പുളി വെള്ളത്തിലിട്ട് നല്ലപോലെ പിഴിഞ്ഞ് അതിലോട്ട് ഒഴിക്കുക കേട്ടോ. ഇപ്പം ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച പുളിയാണ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ല കറുത്ത കളറിലായിരിക്കും മീൻകറി. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് നമുക്കൊരു കണക്കുണ്ടായിരിക്കുമല്ലോ. മീനിട്ട് കഴിഞ്ഞാൽ അത് വേവാനുള്ള വെള്ളം അത് വറ്റുമ്പോൾ എത്ര കണക്ക് വരും നമുക്ക് ചെയ്ത് നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ അത്ര കണക്കിന് വെള്ളം ഒഴിക്കുക. അതേപോലെ നമുക്ക് ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വെച്ച് നല്ലപോലെ തിളപ്പിക്കുക. ഈ പുളി ഒഴിച്ചില്ലേ, ആ പുളി നല്ലപോലെ വേവണം കേട്ടോ. ആ പുളി നല്ല വെന്ത് കുറുകണം. അതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. മീൻ ഞാൻ ഇങ്ങനെ ഒരു മത്തി 2 കഷ്ണമാക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് മീൻ വേവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഓവറായിട്ട് തിളപ്പിച്ചെടുത്ത് മീൻ ഉടച്ച് കളയരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് തുറന്ന് നോക്കാം. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ്, അല്ലെങ്കിൽ എന്താ കുറവുള്ള അതെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാന്താരി മുളക് സുലഭമായിട്ട് കിട്ടുന്ന കാരണം ലാസ്റ്റ് കുറച്ച് കാന്താരി മുളക് കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ.
അപ്പോൾ ആ കാന്താരിമുളക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയിലെ മസാലയെല്ലാം പിടിച്ച് നമുക്ക് ആ കാന്താരിമുളക് കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പണ്ട് എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ കാന്താരിമുളകൊക്കെ കഴിക്കുമ്പോൾ, മുളക് കഴിക്കുമ്പോൾ എനിക്കിത് എങ്ങനെ കഴിക്കുന്നതെന്ന് തോന്നിയായിരുന്നു. ഇപ്പോൾ എനിക്ക് കറി എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ 2 മുളക് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കറി ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ നല്ല മൂപ്പിച്ച് നമ്മുടെ കറിയിലോട്ട് അങ്ങ് ഒഴിക്കണം. അപ്പോൾ വരുന്നൊരു സ്മെല്ലുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ തിള വരുന്ന ഞാനിങ്ങനെ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളിയെല്ലാം ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് മൂപ്പിച്ച് അതിലോട്ട് ഒഴിച്ചു. അപ്പോൾ ഇനി നമുക്കിത് നല്ലൊന്ന് അടച്ച് വെക്കുക. ആ സ്മെല്ലൊന്നും പോകരുത്. നമ്മൾ അപ്പം തന്നെ അടച്ച് വെക്കണം. നമ്മൾ വറവെല്ലാം ഇട്ട് കഴിഞ്ഞ് അടച്ച് ആ കറിയിലോട്ട് ആ സ്മെല്ല് പോകണം, പുറത്തോട്ട് പോകരുത്. അപ്പോൾ ഇപ്പോൾ കറി അത്യാവശ്യം തിക്കുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല കട്ടിയിലിരിക്കും. ആവശ്യത്തിന് കട്ടിയായിരിക്കും. ഓവറായിട്ട് മീൻകറി കട്ടിയായാലും ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇപ്പം തന്നെ അത്യാവശ്യം ഒരു കട്ടിയുണ്ട്. അപ്പോൾ ഇനി അടച്ച് വെച്ച് ഒന്ന് കുറുകി കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റുമാണ്. പിന്നെ മീൻകറി ഇന്ന് വെച്ച് നാളെ കഴിക്കാനല്ലേ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും എനിക്ക് എങ്ങനെ എടുക്കുമ്പോൾ തക്കാളി ഇങ്ങനെ കുടുങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ടേസ്റ്റി മീൻകറിയാണ്. എൻ്റെ അമ്മ വയ്ക്കുന്ന മീൻകറിയുടെ അത്ര ടേസ്റ്റൊന്നും ആവില്ലെങ്കിലും ഞാൻ വെച്ചൊരു നല്ല അടിപൊളി മീൻകറിയാണ് കേട്ടോ. അമ്മ വയ്ക്കുന്ന മീൻകറിക്ക് ഇനി ഞാൻ ഈ ചേർക്കുന്ന ഐറ്റംസ് ഒന്നും ചേർത്തില്ലെങ്കിലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കൈപ്പുണ്യം അല്ലാതെ എന്ത് പറയാനാ. അപ്പോൾ എന്തായാലും കറിയെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കൂടുതലായിട്ട് വർണ്ണിച്ച് കുളമാക്കണ്ട, അടച്ച് വെച്ച് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് അങ്ങ് കിടക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഉച്ചത്തെ മീൻ വറക്കാൻ നോക്കാം. മീൻ വറക്കൽ ഞങ്ങൾ അടുപ്പിലാണ് കേട്ടോ. സ്ഥിരമായിട്ട് നമ്മൾ അടുപ്പിലാണ് വറക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചട്ടി വെച്ചു. നമ്മൾ നേരത്തെ എന്ത് ചെയ്ത് വറവിട്ട ചട്ടിയിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഈ മീൻ കറിയും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ അടുക്കി വെക്കുകയാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഒരു ഡെക്കറേഷന് വേണ്ടി മുകളിലിട്ട് കൊടുക്കുക. എന്നിട്ട് പതിയെ കത്തിച്ച് ഈ സമയത്ത് ഞാൻ തുടയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ വെച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പം നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ആ സൈഡും നല്ലപോലെ വെന്തു എന്ന് ഉറപ്പായ നമുക്ക് നമ്മുടെ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നല്ല നല്ല മസാല, നല്ല ടേസ്റ്റുള്ള മസാല. ഇത് വറക്കുമ്പോൾ വരുന്ന സ്മെല്ലുണ്ടല്ലോ, നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യും. എന്നും നമ്മൾ ഈ മുളക് പൊടി വാരി കോരിയിട്ട് കളറും വന്ന് മുളക് പൊടി എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ കുരുമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് മീൻ വറുത്ത് നോക്കൂ കേട്ടോ. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടോളൂ, വറുത്തോളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മീൻകറി ഇപ്പോൾ ഒന്നുകൂടെ കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻകറിയും മീൻ വറുത്തതും അതുപോലെ ഒരു തോരനും, ക്യാബേജ് തോരനും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാബേജ് തോരൻ ഒരു അടിപൊളിയാണ് കേട്ടോ. വളരെ സിമ്പിൾ. ക്യാബേജ് ഇഷ്ടമില്ലാത്തവർക്ക് കൂടെ ഈ ഒരു ക്യാബേജ് തോരൻ ഇഷ്ടമാവും. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു ഷോർട്ട് വീഡിയോ ഇടാം. എന്തോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്തെന്ന് ഞാൻ വിചാരിച്ച് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അതൊന്നും കാണുന്നില്ല. ക്യാബേജ് തോരൻ ഉണ്ടാക്കിയ വീഡിയോ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നില്ല, ഞാൻ സെപ്പറേറ്റ് ഇടാം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാബേജ് തോരനാണ്. നമുക്ക് ആ ക്യാബേജിൻ്റെ ഒരു സ്മെല്ല് ചിലവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതൊന്നും ഇതിനില്ല, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ആ ക്യാബേജ് ഉപ്പേരി. അപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്തു. ഞാൻ ഡയറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ ചോറൊന്നും കഴിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പിന്നെ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്കൊരു കൊതി. നമുക്ക് പറയുന്ന പോലെ മീനും കപ്പയും കിട്ടുമ്പോൾ നമുക്ക് ഡയറ്റിംഗ് ഒന്നും ഒരു ബാധകമല്ല. അതുപോലെ എനിക്കിന്ന് ഡയറ്റിംഗ് ഒന്നും ഇല്ല. അപ്പം ഞാൻ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള നമ്മുടെ കറികളെല്ലാം കൂട്ടി നല്ല ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഭക്ഷണമെല്ലാം കഴിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.